കൂടെയുണ്ട്. രചന വൈഷ്ണവി റിജിൽ. അവതരണം സാലിം കരുളായി. കണ്ണു തുറക്കാൻ വലിയ പ്രയാസമുള്ളതായി തോന്നി. തലക്കാകെ പെരുപ്പ് കയറും പോലെ, ശരീരം മുഴുവൻ വല്ലാത്ത വേദന അനുഭവപ്പെടുന്നത് പോലെ. കഴിഞ്ഞ കാര്യങ്ങൾ ഒരു മിന്നായം പോലെ അവന്റെ മനസ്സിലേക്ക് വന്നു. ഇന്നലെ ഓഫീസിൽ നിന്നും അല്പം ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. ഡ്രൈവ് ചെയ്യുന്നതിനിടെ അമ്മയെ വിളിച്ച് ഒത്തിരി സംസാരിച്ചു. പെട്ടെന്ന് വന്ന് കാറിൽ ഇടിച്ചതുപോലെ തോന്നി. കാർ നിയന്ത്രണം വിട്ട് താഴേക്ക് മറിഞ്ഞു. ഹെൽപ്പിന് വേണ്ടി കുറെ നിലവിളിച്ചു. ബോധം മറയുന്നത് വരെ ആരും വന്നില്ല. അതിനുശേഷം അവനൊന്നും ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. കണ്ണുകളിൽ വല്ലാത്ത ഭാരം തോന്നുന്നു. പതിയെ കണ്ണുകൾ തുറന്ന് അവൻ ചുറ്റും നോക്കി. ചുമര് മുഴുവൻ മനോഹരമായി വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ. ജാലകത്തിന്റെ അടികളിൽ പടർന്നു നിൽക്കുന്ന ചെടികളിൽ കുഞ്ഞു വെള്ള പൂക്കൾ. അതിനരികിൽ ഒരു വെള്ള ബൗളിൽ വെള്ളയും കറുപ്പും വിടുന്ന പാലുകളുള്ള രണ്ട് മീനുകൾ. ഷെൽഫിൽ അടുക്കി വെച്ചിരിക്കുന്ന ബുക്കുകൾ. ചുമരിൽ ഫാനിന് ചുറ്റും കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങളുടെയും മൂണിന്റെയും സ്റ്റിക്കറുകൾ ഒട്ടിച്ചിരിക്കുന്നു. ഒട്ടും വയ്യാതിരിക്കുന്ന അവസ്ഥയിലും ആ റൂം അവന് ഒരുപാട് സന്തോഷം നൽകി. കാരണം അവന്റെ ഇഷ്ടങ്ങളായിരുന്നു അവിടെ ഉള്ളത് മുഴുവൻ. പക്ഷെ അപ്പോഴും താൻ എവിടെയാണ് ഉള്ളതെന്ന് അവന് മനസ്സിലായില്ല. ബെഡിലും മെല്ലെ കൈകുത്തി അവൻ എഴുന്നേറ്റു. കാലുകൾ പതിയെ നിലത്ത് വെച്ചു. അവൻ നടക്കാൻ ശ്രമിച്ചു. പക്ഷെ അവന് കാലിലെ വേദന കാരണം നടക്കാൻ കഴിഞ്ഞില്ല. കണ്ണുകളിൽ ഇരുട്ട് കയറും പോലെ ബാലൻസ് കിട്ടാതെ അവൻ വീഴാൻ തുടങ്ങി. എന്നാൽ ഒരു നനുത്ത കരസ്പർശം അവനെ താങ്ങി നിർത്തി. ആ കൈകൾ അവനെ പൊതിഞ്ഞു പിടിച്ചു. അവന്റെ മുഖം തന്റെ ഷോൾഡറിലേക്ക് അടുപ്പിച്ച് അവനെ താങ്ങി താങ്ങി കട്ടിലേക്ക് കിടത്തി. കുറച്ചു കഴിഞ്ഞ് അവൻ കണ്ണുകൾ തുറക്കുമ്പോ ചുമരിൽ ഒരു പെൺകുട്ടി ചിത്രം വരക്കുന്നതാണ് കണ്ടത്. വെള്ള പാന്റും കറുത്ത ടോപ്പും നല്ല നീളമുള്ള മുടി പിന്നിട്ട് കെട്ടിയിരിക്കുന്നു. അവൻ ചെറിയ രീതിയിലൊന്ന് ചുമച്ചു. ആ എഴുന്നേറ്റോ? നെറ്റിയിലൊരു കുഞ്ഞു പൊട്ടും ഒരു ചെണ്ടനക്കുറിയും വിട്ട് ഇരുനിറത്തിലുള്ള ഒരു സുന്ദരി കുട്ടി. അവൾ അവൻ അരികിലേക്ക് വന്നു. അപ്പോഴും അവന്റെ നോട്ടം അവള് വരച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണന്റെയും രാധയുടെയും ചിത്രത്തിലേക്കായിരുന്നു. ഹലോ, ഏത് ലോകത്താണ്? അവളൊരു കള്ളച്ചിരിയോടെ ചോദിച്ചു. നിരനിരയായുള്ള പല്ലുകൾക്ക് മുകളിലെ കൊന്ത്രം പല്ല് അവളുടെ ചിരിക്ക് നല്ല ഭംഗി കൊടുത്തു. വെള്ളക്കല്ല് പതിപ്പിച്ച മൂക്കുത്തിയും അവളുടെ മുഖത്തിന് മാറ്റുകൂട്ടി. അല്ല, ഞാനിത് ആരോടാ? ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ? അതോ ചെവിയൊക്കെ അടിച്ചു പോയോ? അവളും എല്ലാവനെ കൂലിക്ക് വിളിച്ചു. ഞാൻ എവിടെയാണ്? പേടിക്കണ്ട, ഇതൊരു വീട് തന്നെ. ഇന്നലെ വഴിയിൽ ബോധമില്ലാതെ കിടക്കണ കണ്ടു. അങ്ങനെ എങ്ങോട്ട് കൊണ്ടുവന്നത്? എനിക്ക് പോണായിരുന്നു. എന്നെ ഹെൽപ്പ് ചെയ്യോ? എന്റെ ഫോണൊന്ന് തരുമോ? അയ്യോ, ഫോണൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ പോക്ക് അത് പെട്ടെന്ന് പറ്റില്ല. കാലിന്റെ എല്ല് ചതഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നടക്കാൻ കഴിയില്ല. പിന്നെ കൊണ്ടുവിടാന്ന് കരുതിയാ എനിക്ക് നിങ്ങളെ എടുത്തു കൊണ്ടുപോകാനുള്ള ആരോഗ്യമല്ല. വേറെ ആരെങ്കിലും സഹായത്തിന് വിളിക്കാന്ന് കരുതിയാ ഇവിടെ ആരില്ലതാനും. അതുകൊണ്ട് ഒന്ന് റെഡിയാവുന്നത് വരെ ഇവിടെ കഴിഞ്ഞേ പറ്റൂ. അത് പറ്റില്ല, എനിക്ക് പോണം. താൻ കളിക്കല്ലേ? അവനിത്തിരി അരിശത്തോടെ പറഞ്ഞു. അത് കൊള്ളാലോ, അയ്യോപ്പാവല്ലെന്ന് കരുതി രക്ഷിച്ചത് ഇപ്പൊ കളിയായോ? അവളും വിട്ടുകൊടുത്തില്ല. എടോ അതല്ല, താനെന്താ ഇവിടെ ഒറ്റക്കാണോ? ഇന്നലെ എന്നെ ഇവിടെ കൊണ്ടുവന്നതോട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ പ്ലീസ്. ഞാൻ അച്ഛനും കൂടെ ഇന്നലെ നിങ്ങളോട് കൊണ്ടുവന്നത്. പക്ഷെ അച്ഛനിപ്പോ ഇവിടെ ഇല്ല. നാളെ വരുള്ളൂ. പണിയുടെ ആവശ്യത്തിന് പോയതാ. ഞാൻ അച്ഛനല്ലാതെ ഇവിടെ വേറെ ആരുമില്ല. എടുത്തെന്താ കാടോ? ഇവിടെ മനുഷ്യരാരും ഇല്ലേ? ദേഷ്യപ്പെടണ്ട, പറഞ്ഞ സത്യാണ്. ഇത് കാട് പോലെ തന്നെയാണ്. അടുത്തൊന്നും വീടില്ല. ഒന്ന് ക്ഷമിക്ക്, ഞാൻ പിടിച്ച് തിന്നതൊന്നുമില്ല. വേറെ വഴിയില്ലല്ലോ. ഡോ, എനിക്ക് വിശക്കുന്നു. അയ്യോ സോറി, അത് ഞാൻ മറന്നു. ഇപ്പൊ കൊണ്ടുവരാം. അവൾ അതും പറഞ്ഞ അടുക്കളയിലേക്ക് പോയി. പോവാൻ പറ്റാത്തതിന് നല്ല വിഷമുണ്ടെങ്കിലും അവിടെ അവനെന്തോ ഇഷ്ടായി. അവള് പെട്ടെന്ന് തന്നെ ഭക്ഷണവുമായി വന്ന് അവന്റെ കയ്യിലേക്ക് ഭക്ഷണം കൊടുത്തു. നല്ല ചൂട് പറക്കുന്ന ഇഡ്ലിയും ചട്നിയും ആയിരുന്നു പ്രഭാത ഭക്ഷണം. കൈകളിൽ മുറിവുള്ളത് കൊണ്ട് കഴിക്കാൻ അവന് നന്നായിട്ട് പാടുപെടുന്നുണ്ടായിരുന്നു. കൈ നീറുന്നുണ്ടോ? ഞാൻ തന്നെ കഴിക്കുവോ? അതൊന്നും വേണ്ട, ഇപ്പൊ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടിയില്ലേ? കഴിക്കോ ഇല്ലയോ എന്നെ ചോദിച്ചോളൂ. അവൾ അവന്റെ കയ്യിൽ നിന്നും പ്ലേറ്റ് വാങ്ങി ഇഡ്ലി അവന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. നല്ല അനുസരണമുള്ള കുഞ്ഞിനെ പോലെ അവനത് കഴിച്ചുകൊണ്ടിരുന്നു. തന്റെ പേരെന്താ? പവിത്ര. നിങ്ങളുടെയോ? കിഷൻ. പവിത്ര, ഞാനൊരു കാര്യം പറയട്ടെ. തനിക്ക് ദേഷ്യം പിടിക്കുവോ? അമ്മ സത്യം, ഞാൻ പറയുന്നത് കളവല്ല. അതെന്താ ഇങ്ങനെ സത്യമായിട്ട് പറയാൻ മാത്രം? അത് തന്റെ റൂമും ഇവിടുത്തെ ഫുഡും എനിക്ക് ഒരുപാട് ഇഷ്ടായി എന്നല്ല, ഇതൊക്കെ എന്റെ ഇഷ്ടങ്ങളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്, ഇഷ്ടപ്പെട്ട കളറ്, ഇഷ്ടപ്പെട്ട പെയിന്റിങ്, അങ്ങനെയെല്ലാം. അവൾ അവനൊരു കള്ളനോട്ടം നോക്കി. ഇതാ ഞാൻ ആദ്യം പറഞ്ഞത്, സത്യമായിട്ട് കളവല്ല. ഇതൊക്കെ എന്റെ ഇഷ്ടങ്ങളാണ്. അപ്പൊ നമുക്ക് രണ്ടുപേർക്ക് ഒരേ ടേസ്റ്റ് ആണല്ലോ. അവൾ മനോഹരമായി ചിരിച്ചു. അല്ല, അച്ഛനും താനും മാത്രല്ല ഇവിടെ ഉള്ളൂന്നല്ലേ പറഞ്ഞത്? അപ്പൊ അമ്മയോ? അമ്മയില്ല. സോറി, ഞാൻ. എന്തിന്? അതൊന്നും സാരല്ല. അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് അവന് വായ കഴുകാൻ വെള്ളം കൊടുത്തു. ഇനി കുറച്ച് കിടന്നോ? പവിത്ര, താൻ ഒരുപാട് വായിക്കുന്ന ആളല്ലേ? ഒത്തിരി പുസ്തകങ്ങളുണ്ടല്ലോ. എനിക്കതിൽ ബുക്ക് തന്നാ മതി, ഞാനത് വായിച്ചു കിടന്നോളാം.
അങ്ങനെയാണെങ്കിൽ ഞാനൊരു കഥ തരാം, അത് വായിച്ചോ. അടിപൊളി സ്റ്റോറിയാണ്. പൂർത്തിയാക്കാതെ പോയ പ്രണയാണ് വിഷയം. അവള് മരിച്ച വർഷങ്ങൾക്ക് ശേഷം മുമ്പാക്കിന്റെ അസ്ഥികൂടം അതിന്റെ ശവകുടീരത്തിൽ അവളുടെ അസ്ഥികൂടത്തെ ആലിംഗനം ചെയ്യുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാ പിന്നെ ഞാൻ വായിക്കണോ? താൻ പറഞ്ഞു തന്നാ മതി. താൻ പറയുമ്പോ കേൾക്കാനൊരു സുഖമൊക്കെ ഉണ്ട്. ആണോ? എന്നാ നമുക്ക് കുറച്ചു നേരം സംസാരിച്ചോണ്ടിരിക്കാം. ആ പിന്നെ ആള് പോലും ഇല്ലാത്ത ഈ പ്രദേശത്ത് തന്റെ തരിച്ചാക്കി എങ്ങനെ അച്ഛൻ പോയത്? പ്രത്യേകിച്ച് എന്നെ പോലെ ഒരു പരിചയമില്ലാത്ത ഒരാളെ വീട്ടിലുള്ളപ്പോ. ഒന്ന് നേരെ നിൽക്കാൻ പോലും വയ്യാതെ നിങ്ങൾ എന്നെ എന്ത് ചെയ്യാനാ? പിന്നെ എനിക്ക് ഒരു പേടിയില്ല, എന്നെ എല്ലാവർക്കും പേടി. ആഹാ, ആള് കൊല്ലാലോ. തനിക്ക് എത്ര വയസ്സായി? എന്തേലും പഠിക്കുന്നുണ്ടോ? എന്തേ, കല്യാണം ആലോചിക്കാനാണോ? എന്റെ പൊന്നെ, വെറുതെ ചോദിച്ചതാ. എനിക്ക് 22. PG കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതെന്താ? കഴിഞ്ഞില്ല. ഞാൻ എന്താ ചെയ്യുന്നെന്ന് അറിയണ്ടേ നിനക്ക്? ഞാൻ പറഞ്ഞു തരട്ടെ. എനിക്ക് മുഖം നോക്കി ലക്ഷണം പറയാൻ അറിയാം. ആണോ? എന്താ താ നോക്ക്. കിഷൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. പവിത്ര, ഒരു കാര്യം പറയട്ടെ. അവൻ അവളിൽ നിന്ന് നോട്ടം മാറ്റാതെ തന്നെ പറഞ്ഞു. ഡാ, എനിക്ക് സത്യമായിട്ടും തന്റെ കണ്ണുകളെ നേരിടാൻ കഴിയുന്നില്ല. താനിങ്ങനെ നോക്കല്ലേ. അത് സാരല്ല. ഇനി ഞാൻ പറയട്ടെ. പേര് കിഷൻ. എന്റെ അമ്മേ, വലിയൊരു കണ്ടുപിടുത്തായല്ലോ. ചിരിക്കണ്ട, നിങ്ങൾ പറഞ്ഞു തന്നിട്ടൊന്നുമല്ല. നിങ്ങളൊരു അക്കൗണ്ടന്റ് അല്ലേ? ആ, റെഡിയാടോ. ഇതെങ്ങനെ? ബാക്കി കൂടി പറ, കേൾക്കട്ടെ. അവൻ ആശ്ചര്യത്തോടെ പറഞ്ഞു. ആകെയുള്ളതൊരു അമ്മ മാത്രം. അച്ഛൻ മരിച്ചു. അമ്മയാണെങ്കിൽ അടുത്തില്ലതാനും. പവിത്ര, സത്യം പറയണം. നിനക്കെന്നെ അറിയാലോ. എങ്ങനെ? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മുഖം നോക്കി പറയാൻ അറിയെന്ന്. ബാക്കി കൂടി പറയട്ടെ. പിന്നെ നല്ലോണം പഠിക്കായിരുന്നെങ്കിലും അത്യാവശ്യം തല്ലിപ്പൊളിയായിരുന്നു. ലവ് ഇഷ്ടാണെങ്കിൽ പ്രണയിച്ചിട്ടില്ല. കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മനസ്സിന് പിടിച്ച ഒരാളെ കിട്ടിയില്ല. അതൊക്കെയല്ലേ കാര്യങ്ങള്. സത്യം പറയടോ, തനിക്ക് എന്നെ മുൻപരിചയമുണ്ടോ? എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. താൻ പറഞ്ഞൊക്കെ സത്യാണ്. ഞാനെങ്ങനെ കാണാനാണ്? എന്നെ മുന്നേ കണ്ടിട്ടുണ്ടോ? എവിടുന്ന്? ആദ്യമായിട്ടോ? അവന്റെ ആ മറുപടി അവളിൽ ചെറിയ നോവുണർത്തി. എന്തു പറ്റി? പെട്ടെന്നൊന്ന് ഡിമ്മായല്ലോ. ഏയ്, ഒന്നുമില്ല. അതെന്താ ഇതുവരെ ആരെയും പ്രേമിക്കാത്തത്? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. സ്നേഹിച്ചാൽ അത് ജീവിതാവസാനം വരെ സ്നേഹിക്കണം. പാതിയിൽ അവസാനിക്കരുത്. വെറുതെ ഒരു പ്രണയം, അതിനോട് താല്പര്യമില്ല. ആരോടും തോന്നിയിട്ടില്ല ഇഷ്ടം? അറിയില്ല. തനിക്ക് പ്രണയമുണ്ടോ? ആഹാ, ആളെവിടെയാ? കുറെ വർഷമായോ? എന്ത് ചെയ്യുവാ? വീട്ടുകാരൊക്കെ അറിയിച്ചുള്ള പ്രണയാണോ അതോ രണ്ടാളും സീരിയസ് ആണോ? 5 വർഷാവുന്നു. ആള് വർക്ക് ചെയ്യുവാണ്. പിന്നെ എന്റെ വീട്ടിൽ എല്ലാവർക്കും അറിയാം. പിന്നെ ഒരാൾക്ക് അറിയില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ തമാശക്ക് പ്രേമിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എന്നാ പിന്നെന്താണോ പ്രശ്നം? കേട്ടരുതോ? വീട്ടുകാർക്കൊക്കെ അറിയാവുന്നതല്ലേ. അറിയാത്തത് അവന്റെ വീട്ടുകാർക്കാണോ? അല്ല. പിന്നെ? അവനറിയില്ല നിർല ഞാൻ കൂടെയുള്ളത്. പവിത്ര, നീ എന്തേ ഈ പറയുന്നത്? 5 വർഷമായിട്ടും അവൻ അറിയാതെയാണോ നീ അവനെ സ്നേഹിക്കുന്നത്? ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലേ? ഇല്ല, പറയാൻ ധൈര്യമില്ലായിരുന്നു. പലതവണ ശ്രമിച്ചതാണ്, പക്ഷെ നടന്നില്ല. പക്ഷെ ഈ പ്രണയത്തിനും ഒരു സുഖമുണ്ട്. താൻ ടെൻഷൻ ആവണ്ടോ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ആദ്യം പോകുന്നത് അവനെ കാണാൻ വേണ്ടിയാവും. തന്റെ പ്രണയം ഞാൻ അവനെ അറിയിക്കും. ഇത്രയും ആത്മാർത്ഥമായി നീ സ്നേഹിച്ചിട്ടും അവനത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാ കേട്ടിട്ട് എനിക്ക് തന്നെ എന്തോ പോലെ. ഞാൻ ഉറപ്പിച്ചു, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തുള്ളൂ. വേണ്ട. അതെന്താ വേണ്ടാത്തത്? തന്നെ അവന് ഇഷ്ടമില്ലാത്ത കരുതിയാണോ? എടോ, താൻ നല്ല കുട്ടിയാണോ. തന്നല്ലാതെ വേറെ ആരെയാ ഇഷ്ടപ്പെടേണ്ടത്? അവൻ തന്നെ വിട്ടുകളഞ്ഞാ അതവൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരായിരിക്കും. ഞാൻ വെറുതെ പറഞ്ഞതല്ല. താൻ ശരിക്കും നല്ല കുട്ടിയാണ്. അതുകൊണ്ടൊന്നും അല്ല. ഇനി എത്ര ശ്രമിച്ചാലും ആര് ശ്രമിച്ചാലും അത് നടക്കില്ല. അവർക്കല്ല, എനിക്കാണ് ഭാഗ്യമില്ലാത്തത്. ആ സ്നേഹം ലഭിക്കാൻ എനിക്കാണ് ഭാഗ്യമില്ലാത്തത്. അവളുടെ ശബ്ദമിടറി. എന്താണോ? എന്തു പറ്റി? ഒന്നുമില്ല. ആ പിന്നെ അതൊക്കെ വിട്, നമുക്ക് വേറെന്തെങ്കിലും സംസാരിക്കാം. എനിക്കെന്തോ നല്ല തലവേദന എടുക്കുന്നുണ്ട്. കുറച്ച് കിടക്കട്ടെ. കിഷൻ കണ്ണടച്ച് കിടന്നു. നെറ്റിയിൽ ചെറിയൊരു നെൻപ്പ് സ്പർശം അറിഞ്ഞാണ് അവൻ കണ്ണു തുറന്നത്. അവൾ അവന്റെ നെറ്റിയിൽ മൃദുവായി തലോടുകയായിരുന്നു. വേണ്ട, തനിക്ക് കൈ കടയും. ദേ, മിണ്ടാതെ അവിടെ കിടന്നു. ഇവിടെ ഞാൻ പറയുന്നത് അനുസരിക്കണം. ശരി മുതലാളി. എടോ, എന്തായാലും താൻ ഇത്രയൊക്കെ ചെയ്തില്ലേ? എന്നാ എനിക്കൊരു പാട്ട് കൂടെ പാടിത്താ. ഞാനൊന്ന് ഉറങ്ങട്ടെ. പിന്നെ കുഞ്ഞുവാവയല്ലേ പാട്ട് പാടി ഉറക്കാൻ? അതെ, അമ്മ എപ്പോഴും എനിക്ക് പാട്ട് പാടി തരാറുണ്ടല്ലോ. ഞാൻ ഉറങ്ങാറുണ്ട്. തനിക്ക് പറ്റുമെങ്കിൽ പാട്. പാവല്ലേ, പാടിത്തരാം. ആ പാട്ടിനൊപ്പം അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തിനെന്നറിയാതെ അവന്റെ കണ്ണുകളും. താൻ ശരിക്കും എനിക്കൊരു അത്ഭുതമാണോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ടാണിത്. അമ്മ എനിക്ക് ഏറ്റവും കൂടുതൽ പാടിത്തന്നത് ഈ പാട്ടാണ്. ഇപ്പൊ താനിത് പാടിയപ്പോ തന്നിലൂടെ ഞാൻ കണ്ടത് എന്റെ അമ്മയാണോ. താന് കൂടെയുള്ള സമയം ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അയ്യോ മതി മതി, ഞാനിപ്പോ തന്നെ അങ്ങ് മുകളിലെത്തി.
ഫുഡ് കഴിക്കണ്ടേ? ഞാൻ പോയിട്ട് പെട്ടെന്ന് എടുത്തു വെക്കട്ടെ. അതുവരെ എന്റെ കുട്ടി ഇവിടെ ഇരിക്ക്. മതി കിടന്നത്. അവൾ അവനെ പതിയെ കട്ടിൽ ചാരിയിരുത്തി. എന്നിട്ട് അടുക്കളയിലേക്ക് പോയി. എന്തോ അവന്റെ മനസ്സ് മുഴുവൻ അവളായിരുന്നു. ഇതുവരെ ആരോടും തോന്നാത്തൊരു ഫീലിംഗ്. അവൾ അടുത്ത് വരുമ്പോ, തൊടുമ്പോ, സംസാരിക്കുമ്പോ എന്തോ ഒരു വല്ലാത്തൊരവസ്ഥ. തന്റെ പ്രിയപ്പെട്ടവൾ ആരോ കൂടെ ഉള്ളത് പോലെ. ഇതാണോ പ്രണയം? അറിയില്ല. പക്ഷെ കൂടെ അവളുണ്ടെങ്കിൽ എന്നൊരു തോന്നൽ. പക്ഷെ അവൾക്കുള്ളിൽ മറ്റൊരാൾ. അങ്ങനെ പല ചിന്തകൾ അവന്റെ ഉള്ളിൽ മിന്നിമറഞ്ഞു. അപ്പോഴേക്കും അവൾ ഫുഡ് കൊണ്ടുവന്നു. അവൾ കൊണ്ടുവന്ന ഭക്ഷണത്തിലേക്ക് നോക്കിയപ്പോ അവന് വീണ്ടും സന്തോഷം തോന്നി. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ: ചീരത്തോരൻ, ചമ്മന്തി, പപ്പടം, കൊണ്ടാട്ടം, പൊരിച്ച മീൻ, കായ്ക്കറി. പവിത്ര, താൻ ഇങ്ങനെ പോവാണേ, ഞാൻ നിന്നെ കൊണ്ടുപോകട്ടോ. തമാശ രീതിയിലാണ് പറഞ്ഞതെങ്കിലും അവന്റെ ആഗ്രഹം അവൻ അവളെ അറിയിച്ചതായിരുന്നു. അവന്റെ സംസാരം അവളിൽ സന്തോഷം ഉണ്ടാക്കിയെങ്കിലും ഒന്നും അറിയാത്തതുപോലെ അവനോട് അവൾ അങ്ങനെ പറഞ്ഞതിന്റെ കാരണം തിരക്കി. കാരണം താൻ ചെയ്യുന്നത് എനിക്ക് തരുന്നതൊക്കെ എന്റെ ഇഷ്ടങ്ങളാണ്, എന്റെ ഇഷ്ടങ്ങൾ മാത്രം. അങ്ങനെ ഫുഡ് കഴിച്ച് കഥകൾ പറഞ്ഞ് വിശേഷങ്ങൾ പങ്കുവച്ചു. അന്ന് രാത്രിയായി. എടോ, ലൈഫിൽ ആദ്യമായിട്ട് രാത്രി ആയതുപോലെ അറിഞ്ഞില്ല. അത്രയ്ക്ക് രസമായിരുന്നു ഈ ദിവസം. തന്നോട് ഞാൻ എങ്ങനെയാണോ നന്ദി പറയേണ്ടത്? നന്ദി ഞാനാണ് പറയേണ്ടത്, ഇങ്ങനൊരു ദിവസം എനിക്കായി സമ്മാനിച്ചതിന്. കുറച്ചു നേരത്തെ സംസാരത്തിനൊടുവിൽ അവർ കിടന്നു. അവന്റെ ഉള്ളിൽ നാളെ അവളെ വിട്ടു പോവുകയാണല്ലെന്ന ചിന്ത അവന് നോവ് നിർത്തി. ഈ ഒരു ദിവസം കൊണ്ട് അവന്റെ മനസ്സിൽ അത്രത്തോളം ആഴത്തിൽ അവൾ പതിഞ്ഞിരുന്നു. അവളെ കുറിച്ച് ചിന്തിച്ചപ്പോഴോ അവൻ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ അവളെ ഒന്ന് വിളിച്ചപ്പോഴാണ് അവൻ എഴുന്നേൽക്കുന്നത്. കുളിയൊക്കെ കഴിഞ്ഞ് നല്ല തൂവള ചുരിദാറിട്ട് അവൾ ഒന്നുകൂടെ സുന്ദരിയായിക്കുന്ന പോലെ. ആ കണ്ണുകൾ തിളങ്ങുന്ന മൂക്കുത്തിയും ചുവന്നു നിൽക്കുന്ന ചുണ്ടുകളും തന്നെ അവളിലേക്ക് ആകർഷിക്കുന്നത് പോലെ അവന് തോന്നി. ഹലോ, പോയി പെട്ടെന്ന് കുളിച്ചു വാ, ഞാൻ ഡ്രസ്സ് എടുത്തു വെക്കാം. അവളുടെ ശബ്ദമാണ് അവനെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത്. ഡ്രസ്സോ? എവിടുന്ന്? ചെല്ല് കിച്ചേട്ടാ. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ വിളി അവനിലാകെ താരിപ്പുണർത്തി. നീ എന്താ വിളിച്ചേ? എന്താ, വിളിക്കാൻ പാടില്ലേ? അതല്ല, അങ്ങനെ ആരിതുവരെ. നീ അങ്ങനെ വിളിച്ചപ്പോ ബാക്കി ഒന്നുമില്ല മോളെ, ഞാൻ കുളിക്കട്ടെ. ഒറ്റക്ക് പോവാണോ? ഇപ്പൊ വേദന എങ്ങനെയുണ്ട്? കുറവുണ്ട്, ഞാൻ പോയിക്കോളാം. വേണ്ട കിച്ചേട്ടാ, ഞാൻ കൊണ്ടാക്കി തരാം പഠിക്കവരെ. പവിത്ര അവന്റെ കൈ തന്റെ ഷോൾഡറിൽ വെച്ച് കുളിമുറിയിലേക്ക് പോയി. അവളുടെ ഓരോ സ്പർശം പോലും അവനിൽ ആ സമയം കുളിർമ നൽകി. തന്നോട് ചേർന്ന് നിൽക്കുന്ന അവളുടെ സാമീപ്യം പോലും അവനിൽ ഒരുപാട് സന്തോഷം നിറക്കുന്നത് അവൻ അറിഞ്ഞു. ഇതുവരെ അനുഭവിക്കാത്ത പ്രണയത്തിന്റെ സുഖം ആസ്വദിക്കുകയായിരുന്നു അവൻ ആ സമയം. കുളിമുറിയിൽ ചൂടുവെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്. അവൻ അരികിൽ കുളിക്കാനിരുന്നു. ഡോർ അടക്കല്ല കിച്ചേട്ടാ, ഞാനിപ്പോ വരാം. അവൾ ഓടിച്ചെന്ന് തലയിലിടാൻ എണ്ണയുമായി വന്നു. രണ്ട് കൈകളിലും എണ്ണ ഒഴിച്ച് അവന്റെ തലയിലേക്ക് നന്നായി തേച്ച് പിടിപ്പിച്ചു. എന്റെ പെണ്ണെ, എന്റെ പാതിയായി പോരുന്നു നീ, എന്റെ ഭാര്യയായി. അവന്റെ മനസ്സോരോ നിമിഷവും അവൾ കേൾക്കാതെ അത് മന്ത്രിച്ചുകൊണ്ടിരുന്നു. കുളി കഴിഞ്ഞ് പുറത്തേക്ക് വന്നവൻ ബെഡിൽ വെച്ചിരുന്ന ഷർട്ടും പാന്റും കണ്ടു. അവൻ ഇഷ്ടപ്പെട്ട ചന്ദന കളർ പാന്റും ബ്ലാക്ക് ഷർട്ടും. ആ ഡ്രസ്സിൽ അവനെ കണ്ട അവളിൽ 1000 പൂർണ്ണചന്ദ്രൻ ഒഴിച്ച തിളക്കായിരുന്നു. എങ്ങനെയുണ്ട്? അടിപൊളി. പക്ഷെ എങ്ങനെ? എനിക്ക് പറ്റുന്ന ഡ്രസ്സ്, എന്റെ ഇഷ്ട കളറ് ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക്. ഇത് ഞാൻ എന്റെ ഏട്ടന് വാങ്ങിയതാ. പക്ഷെ ഇതാ യോഗ കിച്ചേട്ടനാണ്. പിന്നെ പുറത്ത് വണ്ടി ശരിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞേച്ചെന്ന് പറഞ്ഞ് ഒരാൾ കൊണ്ട് തന്നതാ. ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെയാണ്. അപ്പൊ പിന്നെ ഇറങ്ങട്ടെ. കിഷൻ അവൾക്ക് നേരെ കൈകൾ നീട്ടി. അവളും സ്വന്തമായിരുന്നതെന്തോ അകന്നു പോകുന്ന വേദനയായിരുന്നു രണ്ടുപേരുടെയും ഉള്ളിൽ. എല്ലാത്തിനും ഒരുപാട് നന്ദി. അത്രമാത്രം പറയാൻ അവൻ കഴിയുമായിരുന്നുള്ളൂ. അവളെ നോക്കാതെ അവൻ തിരിഞ്ഞു നടന്നു. അവൻ അകലിൽ നിന്ന് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവന്റെ ഉള്ളം പിടയുകയായിരുന്നു. ആദ്യമായി തോന്നിയൊരു ഇഷ്ടം പറയാതെ പോവാൻ അവന് കഴിയുമായിരുന്നില്ല. അവൻ വീണ്ടും തിരിഞ്ഞു നടന്നു. എന്തോ ആലോചിച്ച് ചുമരിൽ ചാരി നിൽക്കുകയായിരുന്നു അവൾ. ആ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പവി. അവന്റെ ആ വിളി ചെന്നെത്തിയത് അവളുടെ ഹൃദയത്തിലേക്കായിരുന്നു. അവൾ ഞെട്ടി അവനെ നോക്കി. നിറഞ്ഞൊഴുകുന്ന അവളുടെ കണ്ണുനീർ കാണാൻ അവനിൽ വേദന തോന്നി. അവൻ അവളുടെ അരക്കെട്ടിൽ പിടിച്ച് തന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തി. പവി, എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. നിന്റെ മനസ്സിൽ മറ്റൊരാൾക്ക് സ്ഥാനമുണ്ടെന്ന് നീ പറഞ്ഞതൊന്നും മറന്നിട്ടില്ല. പക്ഷെ ഒന്നിനും എന്നെ നിയന്ത്രിക്കാൻ ആവുന്നില്ല. നീ വേണെനിക്ക്. അങ്ങനെ ഇട്ടേച്ച് പോവാൻ കഴിയില്ല എനിക്ക്. ഇതാണോ പ്രണയം? അറിയില്ല. പക്ഷെ ഇനിയുള്ള ജീവിതത്തിൽ കൂടെ നീ വേണം പവി. നിനക്കറിയില്ല, നീ എന്റെ കൂടെയുള്ളപ്പോ നീ എനിക്ക് തന്ന സന്തോഷം. ചില സമയങ്ങളിൽ ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സിൽ നിനക്ക് നൽകിയ സ്ഥാനം ഒരു ഭാര്യയുടേതാണ്. കൂടെ വരില്ല എന്റെ ഭാര്യയായി. പൊന്നുപോലെ ഞാൻ നോക്കിക്കൊള്ളാം. ആദ്യമായിട്ടാ ഒരാളോട്. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടായി. എന്റേതായിക്കൂടെ, മരണം വരെ ചേർത്ത് പിടിച്ചോളാം ഞാൻ. അവന്റെ ഓരോ വാക്കും അവളുടെ ഹൃദയത്തിൽ കുത്തിക്കേറി. 5 വർഷം ഈ വാക്കുകൾക്ക് വേണ്ടി അവൾ കാത്തിരുന്നു. 5 വർഷം ഇങ്ങനെ ഈ നെഞ്ചോട് ചേർത്ത് നിൽക്കാൻ വേണ്ടിയായിരുന്നില്ലേ കൊതിച്ചത്? ഇത്രയും നാൾ ഈ നാവിൽ നിന്ന് സ്നേഹത്തോടെ പവി എന്ന് വിളിക്കുന്നത് കേൾക്കാൻ എത്ര വട്ടം ആഗ്രഹിച്ചിട്ടുണ്ട്. അവൻ പോലും അറിയാതെ അവന്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ്, അവനെ അറിഞ്ഞ് ഓരോ ശ്വാസത്തിലും അവന് വേണ്ടി ജീവിക്കുകയായിരുന്നില്ലേ?
എന്നിട്ടും ആഗ്രഹിച്ച ജീവിതം കൈക്കുമ്പിളി കിട്ടിയിട്ടും അനുഭവിക്കാൻ യോഗമില്ലാതായി പോയില്ലെന്നോർക്കെ അവളുടെ നെഞ്ചിനകത്ത് ചോര പൊടിഞ്ഞു. കാത്തിരുന്നത് പോലെ അവന്റെ പെണ്ണായി കുളച്ചെല്ലാം വിളിച്ചിട്ടും സാധിക്കുന്നില്ലെന്ന് ഓർക്കുമ്പോ അവൾക്ക് അവളോട് തന്നെ അമർഷം തോന്നി. അവൻ തന്റെ നെഞ്ചോട് ചേർന്ന് പൊട്ടിക്കറിയുന്ന അവളുടെ മുഖം തനിക്ക് നേരെ ഉയർത്തി നെറ്റിയിൽ തന്റെ ചുണ്ട് ചേർത്ത് ആ ചുംബന ചൂളയിൽ എന്ന പോലെ അവളെ പൊള്ളിച്ചു. ആദ്യമായും അവസാനമായും തന്റെ പ്രാണനിൽ നിന്ന് തനിക്ക് ലഭിച്ച ചുംബനം. പറപവി, വരില്ലേ എന്റെ കൂടെ? ഇല്ല കിച്ചേട്ടാ, എനിക്കതിന് കഴിയില്ല. മനസ്സുകൊണ്ട് മറ്റൊരുവനെ സ്നേഹിക്കുന്ന പെണ്ണാണ് ഞാൻ. ഒരിക്കലും മനസ്സിൽ പ്രതിഷ്ഠിച്ച ആ രൂപം ഇനി അത് മായില്ല. എനിക്ക് മറ്റൊരാളുടെ ഭാര്യയാവാൻ കഴിയില്ല. അവളുടെ വാക്കുകൾക്ക് മുന്നിൽ കണ്ണു നിറഞ്ഞു നിൽക്കുന്ന അവനെ കാണേ അവളുടെ നെഞ്ച് കീറി മുറിയുന്നതായി അവൾക്ക് തോന്നി. എന്നിട്ടും അവന് വേണ്ടി അവളത് കണ്ടില്ലെന്ന് നടച്ചു. നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്. ആ മനസ്സിൽ എനിക്കൊരു സ്ഥാനം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിവസം സമ്മാനിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. സോറി പവി, ഞാൻ എന്തൊക്കെയോ തന്നങ്ങനെ വിട്ടുകളയാൻ തോന്നിയില്ല. ഇപ്പോഴും നല്ല സങ്കടമുണ്ട്. പക്ഷെ സാരല്ല, നീ സന്തോഷത്തോടെ ജീവിക്കണം. ഒരു ദിവസമേ കൂടെ ഉള്ളെങ്കിലും ഒരുപാട് സ്നേഹം, ഓർമ്മകൾ എല്ലാം നീ എനിക്ക് സമ്മാനിച്ചു. ജീവനുള്ള നാൾ വരെ എന്റെ ഉള്ളിൽ എന്നും നീ ഉണ്ടാവും. ആദ്യമായി ഇഷ്ടം തോന്നിയതും കൂടെ വേണമെന്ന് ആഗ്രഹിച്ചതും നിന്നെയാണ്. അത് നഷ്ടപ്പെടുമ്പോ സഹിക്കാൻ കഴിയുന്നില്ല. പക്ഷെ സഹിക്കണം. ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന ഞാനിപ്പോ അറിയുന്നുണ്ട്. അപ്പൊ നീ ഈ കാലത്രയും എത്ര വേദനിച്ചിട്ടുണ്ടാവും. നീ സ്നേഹിക്കുന്നതോട് ശരിക്കും അസൂയ തോന്നണു. എന്റെ ഒരു അപേക്ഷയാണ്, നിങ്ങൾ ഒന്നിക്കണം. നീ പോയി അവനെ കാണണം. നിന്റെ സ്നേഹം കണ്ടില്ലെന്ന് എടുക്കാൻ ആർക്കും കഴിയില്ല. ഒരുപക്ഷെ അവന് വേണ്ടെങ്കിൽ ഞാനുണ്ടാവും. ആർക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണം. അപ്പോഴെന്നെ വേണ്ടെന്ന് പറയരുത്. കിഷൻ അതും പറഞ്ഞ് തിരിഞ്ഞു നടന്നു. കിച്ചേട്ടാ, അവൾ ഓടി വന്ന് അവന്റെ മുഖത്ത് അവളുടെ രണ്ട് കൈയും ചേർത്ത് വെച്ച് അവന്റെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി. അവളുടെ എല്ലാ സ്നേഹവും അതിലടങ്ങിയിരുന്നു. രണ്ടുപേരുടെയും കണ്ണുകളിൽ നിന്നും നിയന്ത്രണമില്ലാതെ കണ്ണുനീര് ഒലിച്ചിറങ്ങി. എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗം, ആ ഭാഗ്യം എനിക്കില്ല. എന്നിനി ഒരിക്കലും തേടി വരരുത്. ഇന്നലെ കണ്ടത് ഒരു സ്വപ്നമായി കരുതിയാ മതി. അതും പറഞ്ഞവൾ അവനിൽ നിന്നും ഓടി മാറി. അവൻ കാറിൽ കയറി. അവന് പോലും നിയന്ത്രിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു അവന്റെ സങ്കടം. കുറെ കരഞ്ഞതിന് ശേഷം അവൻ വണ്ടിയെടുത്ത് മുന്നോട്ട് നീങ്ങി. അവന്റെ വണ്ടി പോകുന്നത് നോക്കി അവൾ പറഞ്ഞു, കൂടെയുണ്ട് എന്നും. ഒത്തിരി ദൂരം മുന്നോട്ട് പോയപ്പോഴാണ് അവന്റെ ഫോൺ സീറ്റിലിരിക്കുന്നത് കണ്ടത്. ഫോൺ ഓണാക്കിയതും അവന്റെ അമ്മയുടെയും ഫ്രണ്ട്സിന്റെയും തുരിതുര ഫോൺ കോളുകൾ നിറഞ്ഞു. ഒരു ദിവസം ഫോൺ ഓഫാക്കിയപ്പോ അവരൊക്കെ ആകെ ടെൻഷനായി. ആദ്യം തന്നെ അമ്മയെ വിളിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലൽപ്പം ഭാരം കുറഞ്ഞതുപോലെ അവൻ അനുഭവപ്പെട്ടു. വണ്ടി കുറച്ചുകൂടെ മുന്നോട്ട് എടുത്തപ്പോഴാണ് അമ്മയുടെ കോള് പിന്നെയും വന്നത്. ഡാ മോനെ. പറമ്മ. അമ്മയുടെ മോനെന്തിനാ സങ്കടപ്പെടുന്നത്? നിന്റെ സങ്കടം അമ്മക്ക് സഹിക്കാനാവില്ലെന്ന് നിനക്ക് അറിയില്ലേ? ഇല്ലമ്മ, ഞാൻ ഓക്കെയാണ്. കിഷ, അമ്മയ്ക്ക് എന്തോ ഒരു സംശയം പോലെ. മോൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അവൾ അവസാനം പറഞ്ഞത് മോന്റെ സ്നേഹം അനുഭവിക്കാൻ അവൾക്ക് ഭാഗ്യമില്ലെന്നല്ലേ? അതെ അമ്മേ. അവൾക്ക് മോനെ ഇഷ്ടാണ്, അമ്മക്ക് അറിയാം. പക്ഷെ എന്തോ ഒരു തടസ്സം അതിലുണ്ട്. പക്ഷെ അത് അവള് പറഞ്ഞതുപോലെ വേറെ ആളോട് അവൾക്കുള്ള ഇഷ്ടമൊന്നും അല്ല. അമ്മ എന്തായി പറയുന്നത്? അവൾ 5 വർഷം ഒരാളെ പ്രണയിക്കുന്നെന്ന് അവള് തന്നെയല്ലേ പറഞ്ഞത്? അവള് നിന്നോട് കളവ് പറഞ്ഞതാ മോനെ. അവൾ അങ്ങനെ മറ്റൊരാളെ പ്രണയിക്കുന്നില്ല. അവളുടെ മനസ്സിൽ നീയാണ്. അമ്മേ, ഇതെന്തായി പറയുന്നത്? അങ്ങനെ 5 വർഷം ഒരാൾ ആത്മാർത്ഥമായി പ്രണയിക്കുന്ന ഒരു പെണ്ണിന്റെ മുന്നിൽ ഇഷ്ടം പറഞ്ഞ് ഏത് ദേവേന്ദ്രൻ വന്നാലും അവളുടെ മനസ്സുലയില്ല. മറ്റൊരാളുടെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കില്ല. ആ കണ്ണുകൾ മറ്റൊരുവന് വേണ്ടി നിറയില്ല. അമ്മയുടെ മനസ്സ് പറയുന്നടാ, ഇതിന് പുറകിൽ മറ്റെന്തോ ഉണ്ട്. നീ പോണ അവിടെ ഒരിക്കൽ കൂടെ. അവളെ കാണണം, സംസാരിക്കണം. അമ്മ പറഞ്ഞത് ശരിയാണ്. അവൾ എനിക്ക് നൽകിയ ചുംബനത്തിൽ ഞാൻ അറിഞ്ഞതാണ് അമ്മേ അവൾക്ക് എന്നോടുള്ള സ്നേഹം എത്രയുണ്ടെന്ന്. അവളുടെ കണ്ണുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കിച്ചുവേട്ട എന്നുള്ള വിളിയിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നോടുള്ള അവൾക്കുള്ള സ്നേഹം. എനിക്കറിയണമേ എന്നിലേക്ക് വരാൻ അവൾക്കുള്ള തടസ്സം എന്താണെന്ന്. ഞാൻ അങ്ങോട്ട് തിരിക്കുക. ഞാൻ എത്തിയിട്ട് വിളിക്കാമേ. കിഷൻ ഫോണ് വെച്ചു. അവിടേക്കുള്ള യാത്രയിൽ മുഴുവൻ അവളുമായി പങ്കുവച്ച നിമിഷങ്ങളായിരുന്നു മനസ്സിൽ. തങ്ങൾക്കെതിരെയുള്ള എല്ലാ തടസ്സങ്ങളും ഇല്ലാതാക്കി അവളെ കൂടെ കൂട്ടാമെന്ന ഉറച്ച വിശ്വാസത്തിലും സന്തോഷത്തിലുമായിരുന്നു തിരിച്ചുള്ള അവന്റെ യാത്ര. കുറച്ചു സമയത്ത് ഡ്രൈവിംഗിന് ശേഷം അവന്റെ വണ്ടി അവളുടെ വീടിന് മുന്നിലെത്തി. പക്ഷെ അവിടെ കണ്ട കാഴ്ച അവന് വിശ്വസിക്കാനായില്ല. ഇന്നലെ കണ്ട വീടേ ആയിരുന്നില്ല അത്. നിറയെ ചെടി പിടിച്ച് കാട് കയറി ചിതലുകൾ നിറഞ്ഞു കിടക്കുന്നു. അവനൊന്നും മനസ്സിലായില്ല. താൻ ഇന്നലെ കണ്ടത് തല പെരുകുന്നത് പോലെ തോന്നിയവന്. കുറച്ചു സമയം അവനങ്ങനെ നിന്നുപോയി. പിറകിൽ നിന്നൊരു കൈ വന്ന് തൊട്ടതും അവനാകെ പേടിച്ചു മാറി. അവന്റെ അലറൽ കാരണം അയാൾ നന്നായി പേടിച്ചു. ആരാ? ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഈ വീട് ആരും? അവന് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഓഹോ, വീട് വാങ്ങാൻ വന്നവരാണോ? ഇവിടെ ആരും താമസല്ലേ? ഇവിടെ 5 വർഷമായി ആരും താമസമല്ല. വിൽക്കാൻ വെച്ചിരിക്കാണെന്നൊക്കെ കേട്ടു. അപ്പൊ ഇവിടെ ഉള്ളവര്?
കിഷൻ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. താൻ ഇന്നലെ താമസിച്ച വീടും പവിയുമൊത്ത് കഥകൾ പറഞ്ഞും കളിച്ചും നടന്ന വീട് 5 വർഷമായി ആൾപ്പാർപ്പില്ലാതെ കിടക്കുന്നെന്ന് കേട്ടപ്പോ തലക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അത്ര കൃത്യമായിട്ടാണ് അവന്റെ കണ്ണുകളിൽ തെളിയുന്നത്. അവരാകെ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ, അച്ഛനും മോളും മാത്രം. നല്ല മോളായിരുന്നു, പവി എന്നായിരുന്നു പേര്. പഠിക്കാനൊക്കെ മിടുക്കിയായിരുന്നു. 5 വർഷം മുമ്പ് ആ കൊച്ചൊരു ആക്സിഡന്റിൽ മരിച്ചു. അതിനുശേഷം അവളുടെ അച്ഛൻ ഇവിടെ വന്നിട്ടില്ല. ഇപ്പൊ ജീവനോട് ഉണ്ടോ എന്ന് പോലും അറിയില്ല. ആ എന്തായാലും ഇവിടെ നിൽക്ക്. ഇപ്പൊ ഈ വീട് നോക്കുന്നത് കുറച്ചപ്പുറത്തുള്ള വീട്ടുകാരാണ്. അവരോട് ഞാൻ പറയാൻ ഇങ്ങോട്ട് വരാം. അതും പറഞ്ഞ അയാൾ പോയി. 5 വർഷം മുമ്പ് അവളൊരു ആക്സിഡന്റിൽ മരിച്ചു. അയാളുടെ ആ വാക്കുകൾ ചെവികളിൽ അലയടിച്ചുകൊണ്ടിരുന്നു. താൻ കണ്ടത്, സംസാരിച്ചത്, ചേർത്ത് നിർത്തിയത് ഒന്നും അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ താനിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് വിശ്വസിക്കണം ഏത് അവിശ്വസിക്കണം എന്നറിയാത്ത അവസ്ഥയായിരുന്നു അവന്റേത്. ചിലകാലബോധം മറന്നവൻ ആ മണ്ണിലിരുന്നു. അവളുടെ കൂടെ ചെലവഴിച്ച ഓരോ നിമിഷവും അവന്റെ കണ്ണിലൂടെ ഓടി മറിഞ്ഞുകൊണ്ടിരുന്നു. ആരാ? ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടാണ് കിഷൻ തിരിഞ്ഞു നോക്കിയത്. കിഷനെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കിഷൻ, കിഷേട്ടാ. അവൾ ഓടി വന്നു. കിഷേട്ടൻ ഇവിടെ? എന്നെ എങ്ങനെ അറിയാം? പവിത്ര, അവള് പറയാറുണ്ട്. അവൾ നിങ്ങളെ പറ്റി മാത്രമേ പറയാറുള്ളൂ, നേരിട്ട് കണ്ടില്ലെന്നേ ഉള്ളൂ. അവളുടെ ചിത്രങ്ങളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന മുഖം ഇത് മാത്രമായിരുന്നു, അവൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത് വരെ. പവിത്ര, അവൻ എന്തൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. എന്തെങ്കിലും ചേട്ടനെ ഇവിടെ കൊണ്ടുവരുന്ന അവൾ പറഞ്ഞിരുന്നു, പക്ഷെ അത് അവളുടെ മരണശേഷമാണെന്ന് അറിഞ്ഞില്ല. അല്ല, എങ്ങനെ ഇവിടെ എത്തിയത്? ഞാൻ പവി, അവൾക്ക് എങ്ങനെ എന്നെ? അപ്പൊ ഇപ്പോഴും ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുന്ന അറിയില്ല. അവൻ ഇന്നലെ നടന്ന കാര്യങ്ങൾ മുഴുവൻ അവളോട് പറഞ്ഞു. എല്ലാം കേട്ടിട്ടും കണ്ണുകൾ നിറയുന്നു എന്നല്ലാതെ അവൾക്ക് വേറെ മാറ്റമില്ലായിരുന്നു. ജീവിച്ചിരുന്നപ്പോ അവൾ ഒന്നേ ആഗ്രഹിച്ചിരുന്നുള്ളൂ, അത് നിങ്ങളെയാ. അവളുടെ സ്നേഹം കാണുമ്പോ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരാളെ സ്നേഹിക്കാൻ കഴിയുമോ. ജീവിച്ചിരുന്നപ്പോഴും ഒരു നിഴലായി അവൾ എപ്പോഴും കൂടെ ഉണ്ടാവുമായിരുന്നു. നിങ്ങൾക്കൊരു ആപത്തും വരാൻ അവൾ സമ്മതിക്കില്ല. ഏതാപത്തിൽ അവൾ കൂടെ ഉണ്ടാവും എന്നും. ഒരിക്കലെങ്കിൽ കുറച്ചു സമയം നിങ്ങളുടെ അടുത്തിരിക്കണമെന്ന് അവൾക്ക് വലിയ ആഗ്രഹമായിരുന്നു. അവളെ സ്നേഹത്തോടെ പവി എന്ന് വിളിക്കുന്നത് കേൾക്കണം. കുഞ്ഞിനെ പോലെ നിങ്ങളെ ഊട്ടണം, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് പാടി ഉറക്കണം, നിങ്ങളോട് ചേർന്നിരിക്കണം. അതൊക്കെയായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ. ആ ആഗ്രഹങ്ങളൊക്കെ ഇന്നലെ നിറവേറ്റി. അവൾക്കിപ്പോ ഒരുപാട് സന്തോഷമായി കാണും. ഒരിക്കലെങ്കിലും ഈ നാവിൽ നിന്ന് അവളെ ഇഷ്ടമാണെന്ന് കേട്ടിട്ട് കണ്ണടച്ചാൽ മതിയെന്ന് അവൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിലും അതൊക്കെ നടന്നല്ലോ. അവളുടെ ആത്മാവിന് മോശം കെട്ടി കാണും. പക്ഷെ ഞാനിതുവരെ ഞങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചത് ചേട്ടൻ പഠിച്ച അതേ കോളേജിലാണ്. അവിടെ നിന്നാണ് അവൾ ആദ്യമായി ചേട്ടനെ കണ്ടത്. കോളേജ് ഇലക്ഷനിൽ അടിയുടെ നടുവിൽ പൊട്ടുപോയി അവളെ ഒരു കുഴപ്പമില്ലാതെ പൊതിഞ്ഞു പിടിച്ച് അവളെ രക്ഷിച്ചത് നിങ്ങളാണ്. ആ അടിയിൽ അവൾക്ക് നഷ്ടപ്പെട്ടു പോയ അവളുടെ അമ്മയുടേതെന്ന് പറയുന്ന ആകെ ഉണ്ടായിരുന്നൊരു മാല അതെവിടെയോ നഷ്ടപ്പെട്ടു പോയിരുന്നു. അമ്മയുടെ ഓർമ്മക്കായി അവളുടെ കൈവശമുണ്ടായിരുന്ന ആ മാലയെ നഷ്ടപ്പെട്ടെന്ന് കരുതിയപ്പോഴാണ് അത് നിങ്ങൾ അവൾക്ക് തിരികെ നൽകിയത്. അന്ന് അവൾക്ക് നിങ്ങൾ തിരികെ നൽകിയത് അവളുടെ അമ്മയെ തന്നെയായിരുന്നു. ആ മാലക്കൊപ്പം അന്ന് നെഞ്ചിൽ കയറിയതാണ് നിങ്ങളും. പിന്നീട് എപ്പോഴും നിങ്ങൾ കാണാതെ നിഴലായി അവൾ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളെ ഇഷ്ടങ്ങൾ അറിഞ്ഞും സ്നേഹിച്ചും എല്ലായിടത്തും അവളും ഉണ്ടായിരുന്നു. പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ കാണിച്ചു തരാം. അവൾ അവനെയും കൂട്ടി വീടിന്റെ ഉള്ളിലേക്ക് പോയി. ആകെ മൊത്തം പണ്ണാൻ വല കൂട്ടിയിരുന്നു. തന്റെ മുന്നിൽ നടക്കുന്നത് എന്താണെന്ന് അവന് മനസ്സിലായില്ല. അവള് നേരെ കൊണ്ടുപോയത് പവിത്രയുടെ റൂമിനകത്തേക്കായിരുന്നു. താൻ ഇന്നലെ കണ്ട പടങ്ങൾക്ക് പകരം ചുമര് മുഴുവൻ തന്റെ പല പടങ്ങൾ, എല്ലാം ജീവൻ തുടിക്കുന്നവ. അവനെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് അവൾ ഇന്നലെ വരച്ചുകൊണ്ടിരുന്ന കൃഷ്ണരാധ ചിത്രത്തിന് പകരം ഇന്നലെ ഞാൻ അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഉമ്മ കൊടുത്ത പടായിരുന്നു. അവൻ ആ സമയം കണ്ണിലാകെ ഇരുട്ട് നിറഞ്ഞു. ശരീരം തളരുന്ന പോലെ തോന്നി. അവൻ ആ പെൺകുട്ടിയോട് കുറച്ചു നേരം തനിച്ച് ഈ മുറിയിൽ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. അവൾ പുറത്തേക്ക് പോയി. അവൻ ആ കട്ടിലിൽ ഇരുന്നു. കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവനപ്പോൾ. അറിഞ്ഞതൊക്കെ അവന് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. അവളുടെ മനസ്സ് പോലെ തന്നെ ആ മുറി മുഴുവൻ അവനായിരുന്നു. അപ്പോഴാണ് ടേബിളിൽ അവളുടെ ഡയറി ശ്രദ്ധയിൽപ്പെട്ടത്. തന്നെ കണ്ടത് മുതൽ എല്ലാ കാര്യങ്ങളും അവൾ അതിൽ എഴുതിയിരിക്കുന്നു. എത്രത്തോളം അവൾ തന്നെ സ്നേഹിച്ചിരുന്നെന്ന് അവളുടെ ഓരോ വരികളിലും തെളിഞ്ഞ് കാണാമായിരുന്നു. ഇന്ന് ഞാൻ എന്റെ കിച്ചേട്ടനെ കാണാൻ പോവാ. എന്റെ മനസ്സിലുള്ള സ്നേഹം ഞാൻ ഇന്ന് അറിയിക്കും. ഇന്ന് ഞാൻ കിച്ചേട്ടന്റെ പെണ്ണാകാൻ പോവാ. അവൻ അവിടെ നിന്നും എഴുന്നേറ്റു. അവസാനം അവൾ വരച്ച ചിത്രത്തിനടുത്തേക്ക് വന്ന് പതിയെ അവളുടെ ചിത്രത്തിലൂടെ വിരലോടിച്ചു. പവി, അറിഞ്ഞില്ലല്ലോ മോളെ, നിഴലായി നീ കൂടെ നടന്നപ്പോഴും ഒന്നറിയാൻ കഴിഞ്ഞില്ലല്ലോ മോളെ. ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും ഒരിക്കൽ പോലും എന്തേ നീ മുന്നിൽ വന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിന്നെ ഞാൻ ഇന്നലെ കണ്ടത്, തൊട്ടത് എന്നെ കുറിച്ചായിരുന്നു നീ എന്നോട് പറഞ്ഞതെന്ന് അറിഞ്ഞില്ല. ഒരിക്കലെങ്കിലും ഒരു സൂചനയെങ്കിലും തരാമായിരുന്നില്ല നിനക്ക്. നീ എവിടെ? ഒരിക്കൽ കൂടി എനിക്ക് കാണണം നിന്നെ. വാ വാ പാവി,
ഒരിക്കൽ കൂടെ എനിക്ക് ചേർത്ത് നിർത്തണം നിന്നെ. ഒരു മരത്തിനെ വിട്ടുകൊടുക്കാതെ ചേർത്ത് പിടിച്ചോളാം ഞാൻ. ഇന്നലെ നീ വന്നില്ലേ, അതുപോലെ വാ. എനിക്ക് കാണണം പവി, എനിക്ക് കാണണം പവി. അവനൊരു ഭ്രാന്തനെ പോലെ അലറി വിളിച്ചു. അവന്റെ കരച്ചിൽ കേട്ട് ആ പെൺകുട്ടി ഓടി വന്നു. എത്ര ആശ്വസിപ്പിച്ചിട്ടും അവന്റെ സങ്കടങ്ങൾ അടങ്ങിയില്ല. ഇത്രയൊക്കെ സ്നേഹിച്ചിരുന്നിട്ട് എന്താണോ അവളെന്നെ വിട്ടുപോയത്? അവൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു. അതിന്റെ കാരണം നിങ്ങളോടുള്ള സ്നേഹമാണ്. എന്താ എന്താ പറഞ്ഞ്? എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നോ? അവൾക്ക് ആക്സിഡന്റ് ആയതാണെന്നാണല്ലോ അയാൾ പറഞ്ഞത്. അതെ, പക്ഷെ അത് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. നിങ്ങളുടെ ഗെറ്റ് ടുഗദർ ഓർക്കുന്നുണ്ടോ? ആഗസ്റ്റ് 11. അന്ന് ഒരുപാട് പ്രതീക്ഷയോടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. രാവിലെ അമ്പലത്തിൽ പോയി നേരത്തെ തന്നെ അവൾ കോളേജിലെത്തി. അവിടെ വെച്ചാണ് നിങ്ങളുടെ ശത്രു നേരം നിങ്ങളെ ഇല്ലാതാക്കാൻ പ്ലാൻ ചെയ്യുന്നത് അവൾ കേട്ടത്. കോളേജിലേക്ക് വരുന്ന വഴി ആക്സിഡന്റ് ആയിരുന്നു അയാളുടെ പ്ലാന്. അത്രയ്ക്ക് ദേഷ്യം ഉണ്ടായിരുന്നു നിങ്ങളോട് അയാൾക്ക്. അവൾക്ക് ആ സമയം മാറ്റൊന്നും തോന്നിയില്ല. എങ്ങനെയെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് രക്ഷിക്കണം. കുറെ തവണ ഫോണിൽ വിളിച്ചു. ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. നരൻ കാണാതെ അവന്റെ കാറിൽ കയറിയിരുന്നു. ഓപ്പോസിറ്റിൽ നിങ്ങളുടെ വണ്ടി വരുന്നത് കണ്ടതും അവൾ അയാളെ ബലം പ്രയോഗിച്ച് സ്റ്റിയറിംഗ് മാറ്റി. പക്ഷെ ഓവർ സ്പീഡ് ആയതുകൊണ്ട് വണ്ടി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. അയാൾ അവിടെ തന്നെ ചത്തു. അവൾ പുല്ലുകൾക്കിടയിൽ തെറിച്ചു വീണു. വണ്ടി സൈഡാക്കി നിങ്ങൾ അയാളെ കോരിയെടുക്കുന്നതാണ് ബോധം നഷ്ടപ്പെടുമ്പോഴുള്ള അവിടെ അവസാന കാഴ്ച. അവിടെ നിന്ന് ആരൊക്കെ ചേർന്ന് അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ആ സമയത്തും അവൾ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. അവളുടെ കിച്ചേട്ടനെ രക്ഷിക്കാൻ കഴിഞ്ഞുള്ള എന്നുള്ള സന്തോഷം. അവളുടെ വാക്കുകൾ അവൻ ഒന്നായിട്ട് തളർത്തിയിരുന്നു. ഒന്നും മിണ്ടാതൊരു ശീല പോലെ ആയിത്തീർന്നിരുന്നു അവൻ. അവളോടൊരു യാത്ര പോലും ചോദിക്കാതെ അവൻ കാറിലേക്ക് പോയി. ആ പെൺകുട്ടി കാറിനടുത്തേക്ക് വന്നു. പവിത്ര അവസാനമായി കാണാൻ വന്നപ്പോ ഒരു സാധനം നിങ്ങൾക്ക് തരാൻ കൊണ്ടുവന്നിരുന്നു. ആ പെൺകുട്ടി അവന് നേരെ ഒരു ബ്രേസ്ലെറ്റ് നീട്ടി. ഇത് തരാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വിഷമം അവൾക്കുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായി. ആഗ്രഹം പൂർത്തിയാക്കാൻ കഴിയാതെ മരിച്ചവരുടെ ആത്മാക്കൾ അലഞ്ഞ് നടക്കുമെന്ന് അമ്മാമ്മ പറയുമ്പോഴൊക്കെ ഉള്ളിൽ അവളെ ഓർത്ത് വീങ്ങുകയായിരുന്നു. ഇപ്പൊ എനിക്ക് സമാധാനായി. അവളുടെ ആത്മാവിന് ഇപ്പൊ മോക്ഷം കിട്ടിക്കാണും. അവളുടെ എല്ലാ ആഗ്രഹങ്ങളും ഇവിടെ സാധിച്ചു. അത് പറഞ്ഞ ആ പെൺകുട്ടി തിരിഞ്ഞു നടന്നു. അവൻ തന്റെ കൈക്കുള്ളിലിരിക്കുന്ന ബ്രേസ്ലെറ്റിലേക്ക് നോക്കി. വെള്ളിക്കളറിൽ മനോഹരമായ ഒന്ന്. അതിലെഴുതിയിരിക്കുന്ന വാചകം അത്ര നേരം ഉള്ളിലടക്കിയ കണ്ണുനീരിനെ പുറത്ത് ചാടിച്ചു. കൂടെയുണ്ട്. എനിക്ക് വേണ്ടി നീ നിന്നെ തന്നെ സമർപ്പിക്കായിരുന്നല്ലേ? എന്നിട്ട് ഈ സ്നേഹത്തറിയാൻ വൈകിയല്ലോ ഞാൻ. ഇത്രയും ഭാഗ്യമില്ലാത്തൊരു ജന്മം എന്തിനാണ് എനിക്ക് തന്നത് ഈശ്വര? എനിക്കറിയാൻ പവി, കാണാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. നീ എന്റെ കൂടെ ഇപ്പോഴെന്റെ അരികിൽ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാനാവുന്നുണ്ട്. പവി, ഐ ലവ് യു. അപ്പോഴാണ് അമ്മയുടെ കോള് വന്നത്. ഹലോ അമ്മ. മോനെ, എന്തായി? അവളെ കണ്ടോ? കുറച്ചു സമയം നിശബ്ദമായിരുന്നു അവന്റെ ഭാഗം. ഒരു ദീർഘനിശ്വാസത്തിന് ശേഷം അവൻ അവൾ തനിക്കായി കരുതി വെച്ച ബ്രേസ്ലെറ്റ് കൈകളിൽ മുറുകെ പിടിച്ച് അമ്മയോട് പറഞ്ഞു, കൂടെയുണ്ട്. കാർ അവിടെ നിന്ന് നീങ്ങിത്തുടങ്ങി. അപ്പോഴും കാറിനുള്ളിൽ നിന്നും ഒരു പാട്ട് കേൾക്കാമായിരുന്നു. തൊട്ടടുത്തിരുന്നിട്ടും അവന്റെ നോവകെറ്റാനാവുന്നില്ലെന്ന വേദനയോടെ സീറ്റിൽ അവളും ഉണ്ടായിരുന്നു അവനോടൊപ്പം. അപ്പോഴും അവൾ പറയുന്നുണ്ടായിരുന്നു, കൂടെയുണ്ട്. സ്നേഹപൂർവം, സാലിം കരുളായി.